മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാകുന്നു. അല്ലാഹു പണ്ഡിതന്മാർ പറയുന്നു, ഒരു നിയമത്ത് ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ആ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിവ് തന്ന അല്ലാഹുവിനെ വീണ്ടും അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് യാതൊരു അവസാനവുമില്ല എന്ന് പണ്ഡിതന്മാരുടെ കിതാബുകളെ കുറിച്ച് കാണുന്നു. മാത്രമല്ല അല്ലാഹു താല പറയുന്നു, വഇന്നഹു വലാ ദാലിക ലശദീദ്, നിശ്ചയമായും മനുഷ്യൻ അവൻ നന്ദികേടിന് തീർച്ചയായും സാക്ഷി തന്നെയാകുന്നു. അവൻ അല്ലാഹു താല ഒരുപാട് നന്ദി ചെയ്തിട്ടുണ്ട്. അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും നന്ദി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻക്ക് നാളിൽ അവന്റെ കാലുകളും കൈകളും അവന്റെ വായായി വരുമ്പോൾ അവൻ പറയാൻ കാലുകൾ പറയും, അവൻ തീർച്ചയായും നന്ദികേട് കാണിക്കുന്നതായി മനുഷ്യൻ കാലുകൾ പറയുന്നുണ്ടാകും. മാത്രമല്ല പറയുന്നു, നിശ്ചയമായും മനുഷ്യൻ സമ്പത്തിനോടുള്ള ആഗ്രഹം അത് വളരെ ശക്തമായി തന്നെ ഉണ്ടാകും. ഈ അല്ലാഹു തആല സമ്പത്തിനെ വിശേഷിപ്പിക്കുന്ന ഖൈർ എന്നാകുന്നു. അത് മുഫസ്സിരീങ്ങളുടെ തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം. അതിലെ ഫറായിമാൻ പറയുന്നു, ഈ സമ്പത്ത് എന്നുള്ളത് മുഅ്മിൻ ഒരിക്കലും ഖൈറല്ല. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തിൽ ആ സമ്പത്ത് എന്നുള്ളത് അവന്റെ ഭാഗത്തിൽ ഖൈറാകുന്നു. അതുകൊണ്ട് അല്ലാഹു മനുഷ്യനോട് യോജിച്ചുകൊണ്ട് ഖൈർ എന്ന വാക്കുകൾ പ്രയോഗിച്ചിരിക്കുകയാണ്. എത്രയൊക്കെ സംഭവങ്ങളുണ്ടായി. സമ്പത്തിനോട് എത്രയൊക്കെ ആൾക്കാരുണ്ട്. ഓർമ്മയിലെ സഹലബയുടെ ചരിത്രം എന്തായാലും സഹലബ നബി തങ്ങളോട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് സമ്പത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്ത് ഒരു കാര്യമില്ല ദുആ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പിന്നിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവസാനം സമ്പത്ത് അദ്ദേഹത്തിന് കിട്ടുകയും അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് ദിവസവും പള്ളിയിൽ വരാറുണ്ടായ സഹലബ പള്ളിയിൽ വരാതെയായ ഒരു കഥ നമ്മൾ ഓർത്തു പോകുന്നു. ആദ്യം ദിവസത്തിൽ 5 വക്തിൽ ഒരു പ്രാവശ്യവും പിന്നെ